സ്റ്റാൻഡേർഡ്സ് ഫോർ സേഫ്റ്റി ഇൻ റിസർച്ച്. ഗവേഷണം ചെയ്യുന്ന സ്ഥാപനത്തിൽ ഗവേഷണ വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ, സേഫ്റ്റി മെഷേഴ്സ് തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് സ്റ്റാൻഡേർഡ്സ് ഫോർ സേഫ്റ്റി ഇൻ റിസർച്ച് എന്ന ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ESO സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് പരിശോധിക്കാം. ESO യൂറോപ്യൻ സ്ട്രോക്ക് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇറ്റ് ഈസ് എ ടോപ്പ് ഇൻ്റർ ഗവൺമെൻറ്റൽ ആസ്ട്രോണമി ഓർഗനൈസേഷൻ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ESO എന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് റിസർച്ച് ഫെസിലിറ്റീസ് ഫോർ ആസ്ട്രോണമേഴ്സ്. ആസ്ട്രോണമി അല്ലെങ്കിൽ വാന നിരീക്ഷണവുമായി ബന്ധപ്പെട്ടോ ബഹിരാകാശ നിലയങ്ങളുമായി ബന്ധപ്പെട്ടോ ഗവേഷണം നടത്തുന്നതിന് ആവശ്യം വേണ്ട എല്ലാ ഫെസിലിറ്റീസും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ലാബ് ഫെസിലിറ്റീസ് ഉൾപ്പെടെ ഒരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ കൺസോർഷ്യമാണ് ESO എന്ന് പറയുന്നത്. ഇറ്റ് ഫോളോസ് സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസ് ഫോർ ഡിസൈനിങ്, ബിൽഡിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഫെസിലിറ്റീസ്. ഈ സ്ഥാപനത്തിൽ കൃത്യമായിട്ട് ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വർക്ക് ഡിസൈൻ ചെയ്യാനും അത് ബിൽഡ് ചെയ്യാനും അതായത് അത് മുന്നോട്ട് കൊണ്ടുപോകാനും അത് നിയന്ത്രിച്ച് ഓപ്പറേറ്റ് ചെയ്യാനും പിന്നീട് മെയിൻറ്റെയിനിങ് ഇറ്റ്സ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഫെസിലിറ്റീസും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഉള്ള എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനമാണ് യൂറോപ്യൻ സ്ട്രോക്ക് ഓർഗനൈസേഷൻ. സേഫ്റ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ എവറി പ്രോജക്റ്റ് ഫേസ് ഫ്രം പ്ലാനിങ് ടു ഡീകമ്മീഷനിങ്. ESOയിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങി അത് അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സേഫ്റ്റി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വത്തോടു കൂടി അല്ലെങ്കിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിസർച്ച് ഫെസിലിറ്റിയാണ് ESO പ്രൊവൈഡ് ചെയ്യുന്നത്. ESO's സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അഡ്രസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, എൻവയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് റിസ്ക്. ESO സേഫ്റ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിയുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന ഗവേഷകർക്ക് പാലിക്കേണ്ടുന്ന പ്രോട്ടോക്കോൾ, ലാബ് പ്രോട്ടോക്കോൾ, റിസർച്ച് പ്രോട്ടോക്കോൾ തുടങ്ങിയവ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത്, ഓരോന്നിനെ സംബന്ധിച്ചും ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങുന്നതാണ് ESO സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ ESO സ്റ്റാൻഡേർഡ്സ് മെക്കാനിക്കലായിട്ടും ഇലക്ട്രിക്കലായിട്ടും കെമിക്കലും എൻവയോൺമെൻറ്റൽ അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ റിസ്കുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ എല്ലാ തരത്തിലും ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ അതെങ്ങനെ ബാധിക്കും, അതെങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും അടങ്ങുന്ന പ്രോട്ടോക്കോൾ ഉൾപ്പെടുന്നതാണ് ESO സ്റ്റാൻഡേർഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് IACUC എന്നതാണ്. IACUCയുടെ പൂർണ്ണരൂപം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ കെയർ ആൻഡ് യൂസ് കമ്മിറ്റി എന്നതാണ്. അതായത് ഗവേഷണ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഗവേഷണ സ്ഥാപനങ്ങളിൽ റിസർച്ച് ചെയ്യുന്ന ഒരു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ആനിമൽസിനെ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ ആ മൃഗങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിനോടുള്ള സമീപനം എന്താണ്, എന്ത് തരത്തിലാണ് അതിനെ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അത് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയും അടങ്ങുന്ന സംവിധാനത്തെയാണ് IACUC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെഗുലേറ്ററി ബോർഡ് വിത്തിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ഓവർസീസ് ഓൾ ആനിമൽ കെയർ ആൻഡ് യൂസ് പ്രോഗ്രാംസ്. ആനിമൽ കെയറിനെ സംബന്ധിച്ചും അതിനെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്നതാണ് IACUC എന്ന കമ്മിറ്റി. Its main role is to ensure animals are treated ethically and humanly in research, teaching and testing. പ്രധാനമായിട്ടും ഈ IACUC എന്ന് പറയുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കും മൃഗങ്ങളെ സംബന്ധിച്ചുള്ള റിസർച്ചുകൾ നടത്തേണ്ടുന്നത്. ഈ കമ്മിറ്റിയുടെ മോണിറ്ററിങ്ങിൽ മൃഗങ്ങളെ മനുഷ്യത്വപരമായിട്ടും അല്ലെങ്കിൽ ടീച്ചിങ്ങിനോ ടെസ്റ്റിങ്ങിനോ ഒക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ്, മനുഷ്യനെ പോലെ അല്ലെ നമ്മളെപ്പോലെ ഒരു ജീവിയാണ് എന്ന് കണ്ടുകൊണ്ട് വേണം റിസർച്ച് നടത്താൻ എന്നുള്ളതാണ് IUCAC എന്ന കമ്മിറ്റിയുടെ മോണിറ്ററിങ്ങിൻ്റെ ഉദ്ദേശം. ഇനി അടുത്തത്
കൺട്രോളിങ് ഹസാർഡ്സ് ഇൻ റിസർച്ച്. എങ്ങനെ റിസർച്ചിൽ വരുന്ന ഹസാർഡ്സ്, അപകടങ്ങൾ ഒഴിവാക്കാം, അതിനെ സംബന്ധിച്ച് നമുക്കൊരു റിസർച്ചറിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാവുന്നത്, ചെയ്യേണ്ടുന്നത്, എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയവയാണ് കൺട്രോളിങ് ഹസാർഡ്സ് ഇൻ റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഒരു 7 മാർക്കിൻ്റെ ഒരു ചോദ്യം, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടോ 4 മാർക്കിൻ്റേതായിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് റൈറ്റ് എ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ നോട്ട് ഓൺ കൺട്രോളിങ് ഹസാർഡ്സ് ഇൻ റിസർച്ച് എന്നുള്ളത്. ഇനി അതിന് വിവിധ തലങ്ങളുണ്ട്. ഒന്നാമത്തത് ഐഡൻറ്റിഫൈ ഹസാർഡ്സ്, ഫൈൻഡ് പോസിബിൾ ഡേഞ്ചേഴ്സ് ഇൻ റിസർച്ച്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് റേഡിയോളജിക്കൽ. ഒരു ഗവേഷണം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം വരാൻ സാധ്യതയുള്ള, ഉണ്ടാകാൻ സാധ്യതയുള്ള ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും ബയോളജിക്കലായിട്ടും റേഡിയോളജിക്കലായിട്ടുമുള്ള അപകടങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെ ധാരണയുണ്ടെങ്കിൽ മാത്രമേ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത് അസസ് റിസ്ക്, ഇവാലുവേറ്റ് ഹൗ ലൈക്ലി ആൻഡ് സിവിയർ ഈച്ച് ഹസാർഡ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പോഷർ ആൻഡ് ഇമ്പാക്റ്റ്. നമുക്ക് ഒരു ഹസാർഡ് അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ അസസ് ചെയ്യണം. എത്രത്തോളമാണ് അതിൻ്റെ വ്യാപ്തി, എത്രത്തോളമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് തുടങ്ങിയവയെ സംബന്ധിച്ച് നമ്മൾ മുൻകൂട്ടി ഒരു റിസർച്ചർ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ മൂന്നാമത്തത് പ്രയോറിറ്റൈസ് റിസ്ക്, റാങ്ക് ദ റിസ്ക് ടു ഫോക്കസ് ഓൺ ദ മോസ്റ്റ് അർജൻറ്റ് വൺസ് ഫസ്റ്റ്. അതുപോലെ ഒരു റിസർച്ചർ ചെയ്യേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ അപകടമുള്ളത് ഏത്, ഏറ്റവും കുറഞ്ഞത് ഏത് എന്ന തരത്തിൽ റിസ്കിനെ തരംതിരിക്കണം. അങ്ങനെ തരംതിരിച്ച് ലാബ് പ്രോട്ടോകോൾ പിന്തുടരണം എന്നുള്ളതാണ് പ്രയോറിറ്റൈസ് റിസ്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ വരുന്നതാണ് എഞ്ചിനീയറിംഗ് കൺട്രോൾസ്. എഞ്ചിനീയറിംഗ് കൺട്രോൾസിൽ വരുന്നത് പ്രധാനമായിട്ടും വെന്റിലേഷൻ, ഐസൊലേഷൻ ആൻഡ് കണ്ടാമിനൻറ്റ്, എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്, പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് തുടങ്ങിയവയാണ്. ആദ്യം നമുക്ക് വെന്റിലേഷൻ സിസ്റ്റം നോക്കാം. ഇൻസ്റ്റാൾ പ്രോപ്പർ സിസ്റ്റം ടു റിമൂവ് ഹസാർഡസ് എയർ. ഇനി ഒരു ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം കെമിക്കലുകൾ ഉപയോഗിച്ചുള്ള റിസർച്ച് ചെയ്യുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ വെന്റിലേഷൻ ലാബിലുണ്ടായിരിക്കണം. ഐസൊലേഷൻ ആൻഡ് കണ്ടാമിനൻറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യൂസ് ബാരിയേഴ്സ് ലൈക്ക് ഗ്ലൗസ്, ബോക്സസ് ടു സ്റ്റോപ്പ് സ്പ്രെഡ് ഡേഞ്ചറസ് സബ്സ്റ്റൻസസ്. നമ്മൾ കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ദേഹത്തോ അല്ലെങ്കിൽ മറ്റൊരു പ്രതലത്തിലേക്കോ പകരാതെ അല്ലെങ്കിൽ പടരാതിരിക്കാൻ തക്ക വിധത്തിൽ ഗ്ലൗസും ബോക്സസും അല്ലെങ്കിൽ സ്റ്റോപ്പ് സ്പ്രെഡ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മറ്റ് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രതലത്തിലേക്ക് പകരാതിരിക്കാൻ തക്ക വിധത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ്, റെഗുലർലി ചെക്ക് ആൻഡ് മെയിൻറ്റെയിൻ എക്യുപ്മെൻറ്റ് ഫോർ സേഫ് ഓപ്പറേഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അത് പരിശോധിച്ച് അതിന് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ലാബ് പ്രോട്ടോക്കോളിൽ ഒരു റിസർച്ചറിനും അല്ലെങ്കിൽ ലാബ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ലാബ് അറ്റൻഡർ പോലെയുള്ള അല്ലെങ്കിൽ ലാബിൽ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്ന ഒന്നാണ്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുമ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് തുടങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത് അവസാനിപ്പിക്കുന്നത് വരെ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് ഓരോ ഇൻസ്ട്രുമെൻറ്റിനും അതിൻ്റെ മാനുവൽ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം മാനുവലുകൾ പരിശോധിച്ച് അല്ലെങ്കിൽ മാനുവൽ നോക്കി അതിൻ്റെ ഓപ്പറേറ്റിംഗ് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് സേഫ്റ്റി ട്രെയിനിങ് ആണ്. ഗീവ് തറോ സേഫ്റ്റി ട്രെയിനിങ് ടു ഓൾ സ്റ്റാഫ്. ലാബിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും, റിസർച്ച് സ്കോളർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൃത്യമായ ഇടവേളകളിൽ ട്രെയിനിങ്, അതായത് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ലാബ് പ്രവർത്തിപ്പിക്കാനും കെമിക്കൽ അനാലിസിസ് നടത്തുവാനുമുള്ള ട്രെയിനിങ് ഇടവേളകളിൽ കൊടുത്ത് പരിശീലിപ്പിക്കേണ്ടതാണ്. പുതുതായിട്ട് വരുന്ന ടെക്നിക്കുകൾ, പുതുതായിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ തുടങ്ങിയവയൊക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള പരിശീലനങ്ങൾ സ്റ്റാഫിന് കൊടുക്കേണ്ടതാണ്. ആക്സസ് കൺട്രോൾ,
റീഡയറക്റ്റ് എൻട്രി ടു ഹസാഡസ് ഏരിയാസ് ടു ഓതറൈസ്ഡ് പേഴ്സൺ ഓൺലി. അതുപോലെ തന്നെ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കലുകൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും പെർമിഷൻ കൊടുക്കാതെ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സോട് കൂടിയുള്ള ആൾക്കാരെ മാത്രം കൈകാര്യം ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന ഒന്നാണ്. ദെൻ ഇൻസിഡൻറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി ലാബിൽ എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൽ തകരാറോ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൽ അന്വേഷണം നടത്തി ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ തകരാറ് അല്ലെങ്കിൽ അവിടെ നടന്ന അപകടത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിച്ച് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത്തരം അപകടങ്ങളോ അത്തരം പ്രശ്നങ്ങളോ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇൻസിഡൻറ്റ് റിപ്പോർട്ടിങ്ങും ഇൻവെസ്റ്റിഗേഷനും ഒരു ലാബ് പ്രോട്ടോക്കോളിൽ ആവശ്യം വേണ്ടുന്ന ഒന്നാണ്. അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഒരു ലാബിൽ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കെമിക്കൽ അനാലിസിസ് ചെയ്യുന്ന ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ലാബ് പ്രോട്ടോക്കോളിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ലാബ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്ന് പറയും, PPE എന്ന് പറയും. അത് വരുന്നതാണ് ലാബ് കോട്ടുകൾ നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ വിലപിടിപ്പുള്ള ഡ്രസ്സിലേക്കൊക്കെ കെമിക്കലുകൾ വീഴാനുള്ള സാധ്യത ഒഴിവാക്കും. അതുപോലെ തന്നെ പൊള്ളൽ പോലെയുള്ള പ്രശ്നങ്ങളോ ആസിഡ്, ആൽക്കലി പോലെയുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ വീണ് പൊള്ളൽ ഏൽക്കാതെ തടയുന്നതിന് ലാബ് കോട്ട് പോലെയുള്ള സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കും. അതിൻ്റെ സെലക്ഷൻ ആൻഡ് യൂസിൽ വരുന്നത് പ്രൊവൈഡ് സ്യൂട്ടബിൾ PPE എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്നതും ശരീരത്തിന് യോജിക്കുന്നതുമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഗ്ലൗസ്, ഗോഗിൾസ്, ലാബ് കോട്ട്സ് തുടങ്ങിയവയൊക്കെ, കണ്ണടകൾ പോലെയുള്ളത്, നമ്മുടെ മുഖത്ത് ഇടാനുള്ളത്, ഗ്ലൗസ് കയ്യിലിടാനുള്ളത്, പിന്നീട് ലാബ് കോട്ട് പോലെ ഉള്ളവയൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കണം. ദെൻ ട്രെയിനിങ് ഓൾ പേഴ്സൺ ടു കോണ്ടാക്ട്, യൂസ്, കെയർ ആൻഡ് ഡിസ്പോസൽ ഓഫ് PPE. അതുപോലെ എല്ലാവർക്കും ഈ PPE അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകൾ, ഗ്ലൗസ് പോലെയുള്ളവ, മാസ്ക് പോലെയുള്ളവ, അല്ലെങ്കിൽ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന മാസ്ക് പോലെ അല്ലെങ്കിൽ തലയിൽ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ, അവയൊക്കെ നമുക്ക് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു അറിവും ഒരു റിസർച്ചറിന് ഉണ്ടായിരിക്കണം. ദെൻ റെഗുലർ ഇൻസ്പെക്ഷൻ, ചെക്ക് PPE റെഗുലർലി ഫോർ ഡാമേജ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് നീഡഡ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ലാബ് കോട്ടുകൾ, ഗ്ലൗസുകൾ, മറ്റ് PPE എക്യുപ്മെൻറ്റുകൾ റെഗുലറായിട്ട് ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സുതാര്യത അല്ലെങ്കിൽ അതിൻ്റെ ഡാമേജ് നമ്മൾ പരിശോധിക്കണം. ഡാമേജ് ഉള്ളവ ഒഴിവാക്കി പുതിയത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പുതിയത് വാങ്ങാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാക്കേണ്ടതാണ്. ഇനി ഗുഡ് ലബോറട്ടറി പ്രാക്ടീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഹൗസ് കീപ്പിംഗ് ആണ്. ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കീപ് ദ വർക്ക് ഏരിയ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ടു റെഡ്യൂസ് ആക്സിഡൻറ്റ്സ് ആൻഡ് കണ്ടാമിനേഷൻ. ഒരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഹൗസ് കീപ്പിംഗ്. നമ്മൾ റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പ്രതലങ്ങൾ, ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ തുടങ്ങിയവയൊക്കെ വളരെ ക്ലീനാക്കി വെച്ചിരിക്കണം. ഓർഗനൈസ്ഡ് ആയിരിക്കണം, അതായത് ഓരോന്നും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ ക്രമീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റ് ആവശ്യമില്ലാത്ത പദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഒരു എൻവയോൺമെൻറ്റിൽ റിസർച്ച് ചെയ്യണം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഉപയോഗിക്കണം എന്നതാണ് ഹൗസ് കീപ്പിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ലേബലിംഗ് ആൻഡ് സിഗ്നേജ്. ക്ലിയർലി ലേബൽ ഹസാഡസ് മെറ്റീരിയൽസ് ആൻഡ് യൂസ് സൈൻസ് ടു ഇൻഡിക്കേറ്റ് ഡേഞ്ചേഴ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലുകളുടെ ഹസാഡസ് മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കെമിക്കലുകളുടെ ലേബലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്ത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ എന്ത് കെമിക്കലാണ് നമ്മൾ കുപ്പിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ബോട്ടിലുകളിലോ നിറച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ലേബൽ ചെയ്തിരിക്കണം. അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളും, അത് ടോക്സിക് ആണോ എന്നുള്ളവയും കൊറോസീവ് ആണോ തുടങ്ങിയ വിശദാംശങ്ങൾ ലേബലിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഒരു ലേബലിനെ സംബന്ധിച്ചിടത്തോളം ലേബലിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കെമിക്കലിൻ്റെ പേര്, അല്ലെങ്കിൽ എന്ത് കെമിക്കലാണോ ഉള്ളത് അതിൻ്റെ പേര്, അതിൻ്റെ ഡേറ്റ് ഓഫ് പ്രിപ്പറേഷൻ, അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ ഇഫക്റ്റ്, അത് കൊറോസീവ് ആണോ, റേഡിയോ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ
നമുക്ക് ഏത് തരത്തിലുള്ള പ്രശ്നമല്ല, ആൽക്കലിയാണോ ആസിഡാണോ തുടങ്ങിയ വിശദാംശങ്ങൾ ആ കെമിക്കലിനെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കൂടി ലേബലിങ്ങിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. ദെൻ കെമിക്കൽ സ്റ്റോറേജ്. സ്റ്റോർ കെമിക്കൽ സേഫ്ലി ബൈ ഹസാർഡ് ടൈപ്പ് ആൻഡ് കീപ് ഇൻകോമ്പാക്റ്റബിൾ സബ്സ്റ്റൻസ് എപ്പാർട്ട്. ഹസാർഡ് ടൈപ്പ്, അതായത് ഏറ്റവും പ്രശ്നമുള്ള അല്ലെങ്കിൽ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കലുകൾ പ്രത്യേകവും ഹസാഡസ് അല്ലാത്തവ പ്രത്യേകവും നമ്മൾ വേർതിരിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ള രണ്ട് കെമിക്കലുകൾ ഏതെങ്കിലും അടുത്തിരുന്നാൽ റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളവ ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം വേർതിരിച്ച് വെക്കേണ്ടുന്നതും ലാബ് പ്രോട്ടോക്കോളിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഫോളോ പ്രോപ്പർ പ്രൊസീജിയർ ടു ഡിസ്പോസ് ഹസാഡസ് വേസ്റ്റ് ഇൻ ലൈൻ വിത്ത് റെഗുലേഷൻസ്. നമ്മൾ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ്, നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ആകട്ടെ, ആൽക്കലി ആകട്ടെ, മറ്റ് കെമിക്കലുകളാകട്ടെ, നമ്മൾ നിലവിലുള്ള ഇന്ത്യയെ പോലെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, അതിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനം വളരെ പുവറാണ് എന്ന് പറയുന്നതായിരിക്കും സത്യം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ശരി. നമ്മൾ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ കെമിക്കലുകൾ ടാപ്പിലൂടെ ഒഴിച്ചു കളയുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തോടൊപ്പം മിക്സ് ചെയ്ത് അത് മണ്ണിലേക്ക് തന്നെ ഒഴുക്കി കളയുന്ന ഒരു പ്രവണതയാണ് മിക്കവാറും ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉള്ളത്. അതായത് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഒരു നല്ലൊരു ശതമാനം സ്ഥലത്ത് നടക്കുന്നത്. അപ്പം ഇത്തരം ഹസാഡസ് ആയിട്ടുള്ള പല തരത്തിലുള്ള, ഇപ്പം കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, അല്ലെങ്കിൽ ബയോളജി ലാബുകൾ, സുവോളജി ലാബുകളൊക്കെ, അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജി, ബയോടെക്നോളജി ലാബുകളിലൊക്കെ ഇത്തരം കെമിക്കലുകൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കെമിക്കലുകളെ നമ്മൾ ഭൂമിയിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴുക്കി വിടുന്നു. അതൊരു 50 വർഷമോ 60 വർഷമോ പഴക്കമുള്ള കോളേജുകളാണ് കേരളത്തിൽ മുഴുവനുള്ളത്. അപ്പം ഈ 50 വർഷമായിട്ട് ഇത്തരം കെമിക്കലുകളുടെ സാന്നിധ്യം ആ മണ്ണിലേക്കാണ് ഒഴുക്കി വിടുന്നുണ്ടെങ്കിൽ ആ മണ്ണിലുണ്ടായിരിക്കും. അപ്പോൾ എൻവയോൺമെൻറ്റ് അത് ആ രീതിയിൽ പൊല്യൂട്ടഡായി പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് റെഗുലേഷൻസ്, നമ്മളുടെ നിയമം എന്താണോ അനുവദിക്കുന്നത് ആ നിയമപരമായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം ഒരു റിസർച്ചറിനുണ്ട്, അല്ലെങ്കിൽ ലാബ് പ്രോട്ടോക്കോളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ പുവറായിട്ടാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി എമർജൻസി പ്രിപ്പയർനെസ് ഉണ്ട്. ഒരു അപകടം സംഭവിച്ചാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഒരു അപകടമുണ്ടായാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് മുൻകൂട്ടി നമ്മൾ പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കണം. അപകടം ഉണ്ടായതിനു ശേഷം പ്ലാൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, അപകടം ഉണ്ടാകുന്നതിന് മുൻപ്. ക്രിയേറ്റ് ആൻഡ് ഷെയർ പ്ലാൻസ് ഫോർ ഇൻസിഡൻസ് ലൈക്ക് കെമിക്കൽ സ്പിൽസ്, ഫയേഴ്സ് ആൻഡ് മെഡിക്കൽ എമർജൻസീസ്. അതായത് മെഡിക്കൽ എമർജൻസിയോ, തീപിടുത്തമോ, കെമിക്കൽ സ്പിൽസോ, കെമിക്കലിൻ്റെ ലീക്കേജോ തുടങ്ങിയവ, അല്ലെങ്കിൽ ഫയർ പോലുള്ള സാധനങ്ങളുണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ പ്ലാൻ ഒരു ലാബിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പിൽ കിറ്റ്സ്. കീപ് വെൽ സ്റ്റോക്ക്ഡ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പിൽ കിറ്റ്സ് ഈസിലി ആക്സസിബിൾ. പെട്ടെന്ന് കണ്ടെത്താനും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തക്ക വിധത്തിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ അവൈലബിലിറ്റി ഒരു ലാബിൽ ഉണ്ടായിരിക്കണം. ദെൻ റെഗുലർ ഡ്രിൽസ്. പ്രാക്ടീസ് എമർജൻസി ഡ്രിൽസ് റെഗുലർലി സോ എവരി വൺ നോസ് വാട്ട് ടു ഡു. കൃത്യമായ ഇടവേളകളിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളവയെ സംബന്ധിച്ചുള്ള ഡ്രിൽസുകൾ, അല്ലെങ്കിൽ അപകടമുണ്ടായാൽ എങ്ങനെ നമ്മൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെയാണ് നമ്മൾ അപകടത്തെ മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡ്രില്ലുകൾ, മോക്ക് ഡ്രില്ല് പോലെയുള്ളവ ഡ്രില്ലുകൾ സംഘടിപ്പിച്ചാൽ പഴയ ആൾക്കാർക്ക് അവരുടെ ഓർമ്മ പുതുക്കാനായിട്ടും പുതിയ കടന്നു വരുന്ന റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് പരിചയപ്പെടാനുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തരം റെഗുലർ ഡ്രില്ലുകൾ എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് മോണിറ്ററിംഗ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സർവൈലൻസ്. മോണിറ്റർ ദ ഹെൽത്ത് ഓഫ് പേഴ്സണൽ എക്സ്പോസ്ഡ് ടു ഹസാർഡ് ടു ക്യാച്ച് ഇഷ്യൂസ് ഏർലി. ഇനി ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ ആ അപകടമുണ്ടായ ആളിനെ, അല്ലെങ്കിൽ അപകടമുണ്ടായ ലാബിനെ പ്രത്യേകം നിരീക്ഷിച്ച് അത് എത്രത്തോളമാണ് അതിൻ്റെ ഹസാർഡ്സ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, അല്ലെങ്കിൽ സേഫ്റ്റി നേരത്തെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തണം. അപ്പം ചില ഹസാർഡ്സുകൾ, ഇപ്പം വുഹാൻ എന്ന് പറയുന്ന ലാബിൽ ഉണ്ടായ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിലുണ്ടായ ഒരു ധാരണയില്ലായ്മ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഒരു ചെറിയ പാളിച്ചയാണ് ലോകമെമ്പാടും കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് പകരാൻ ഇടയായത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ മെഡിക്കൽ സർവൈലൻസ്, അല്ലെങ്കിൽ അപകടത്തെക്കുറിച്ചുള്ള ആ ഒരു ധാരണ, ആർക്കൊക്കെ പനി പിടിച്ചു, അല്ലെങ്കിൽ ആർക്കൊക്കെ അസുഖമുണ്ടായി തുടങ്ങിയവയെക്കുറിച്ചുള്ള ഒരു
മുൻകരുതലെടുത്ത് അല്ലെങ്കിൽ അവ നേരത്തെ ഉറപ്പുവരുത്തിയിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നീടുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാനോ ഒഴിവാക്കാനോ പറ്റുമായിരുന്നു. അതാണ് മെഡിക്കൽ സർവൈലൻസസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എക്സ്പോഷർ മോണിറ്ററിങ് റെഗുലർലി ചെക്ക് എക്സ്പോഷർ ലെവൽസ് ആൻഡ് ആക്ട് ഇഫ് ദേ ഗോ ബിയോണ്ട് സേഫ് ലിമിറ്റ്. ഇനി ഒരു പ്രദേശത്ത് ഒരു ലാബിൽ ഉണ്ടാകുന്ന എക്സ്പോഷർ ലിമിറ്റുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെയൊക്കെ ലാബുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മ്യൂസിയങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോർമാൽഡിഹൈഡ് പോലെയുള്ള കെമിക്കലുകളുണ്ട്. ഫോർമാൽഡിഹൈഡ് ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു കാർസിനോജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസാണ്. അതെപ്പോഴും വോളറ്റൈലാണ്, അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും. അത് നമ്മൾ കയറുമ്പോൾ ശ്വസിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഫോർമാൽഡിഹൈഡിൻ്റെ അല്ലെങ്കിൽ ഫോർമാലിൻ്റെ ലീക്കേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എക്സ്പോഷർ മോണിറ്ററിങ് എത്രത്തോളം ഉണ്ടെന്ന് മോണിറ്റർ ചെയ്ത് അത്തരം തകരാറുകൾ, അത് ഫോർമാൽഡിഹൈഡ് ആകാം, മറ്റ് റേഡിയോ ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസ് ആകാം, ഇനി മറ്റ് മൈക്രോബയോളജി ആണെന്നുണ്ടെങ്കിൽ മൈക്രോബ്സിൻ്റെ കോളനിയുടെ ലീക്കേജ് ആകാം, തുടങ്ങിയവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പം എക്സ്പോഷർ മോണിറ്ററിങ് ലാബ് പ്രോട്ടോക്കോളിൽ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ്. ദെൻ റെഗുലേറ്ററി കംപ്ലൈൻസസ്, അഡ്ഹറൻസ് ടു ഗൈഡൻസ്, ഫോളോ റൂൾസ് ഫ്രം അതോറിറ്റീസ് ലൈക്ക് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി ആൻഡ് അതർ റെഗുലേറ്ററി ബോഡീസ് ഇൻ ദി കൺട്രി. അപ്പം സാധാരണയായിട്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി യൂറോപ്പിൻ്റെ ഈ ഗൈഡ് ലൈൻസാണ്, അതായത് ലാബ് പ്രോട്ടോക്കോൾ എങ്ങനെയാണ് ഓരോ ലാബിലും പ്രവർത്തിക്കേണ്ടത്, അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ അടങ്ങിയതാണ് യൂറോപ്യൻ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ ലാബ് പ്രോട്ടോക്കോൾ എന്നത്. അത് ലോകത്തെല്ലായിടത്തും അത്തരം ഒരു പ്രോട്ടോക്കോൾ രീതിയാണ് അവലംബിച്ച് പോകുന്നത്. അത് ഓരോ രാജ്യത്തും അതിൻ്റേതായിട്ടുള്ള നിയമം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി അല്ലെങ്കിൽ ഭൂസ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് ആ ലാബ് പ്രോട്ടോക്കോൾ നിയമങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിയമത്തിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ നിയമവിധേയമായിട്ട് നിയമം പാലിച്ചുകൊണ്ട് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് അഡ്ഹറൻസ് ടു ഗൈഡ് ലൈൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഡോക്യുമെൻറ്റേഷൻ, കീപ് ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ്, ട്രെയിനിങ്, ഇൻസിഡൻസ് ആൻഡ് സേഫ്റ്റി ഓഡിറ്റ്സ് ടു എൻഷുർ കംപ്ലൈൻസ് ആൻഡ് ഇംപ്രൂവ് സേഫ്റ്റി. ഡോക്യുമെൻറ്റേഷൻ, അതായത് ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പുതിയ ഒരു റിസർച്ചർ ഒരു ലാബിലേക്ക് കടന്നു വരുമ്പോൾ ആ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ആ ലാബിൻ്റെ ഒരു ചരിത്രം, ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, അത് എങ്ങനെ മാനേജ് ചെയ്തു, ലാബിൻ്റെ നിലവിലത്തെ സ്ഥിതി എന്താണ്, അവിടെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയുണ്ട്, റിസ്കി ആയിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഹസാഡസ് ആയിട്ടുള്ളവ എവിടെയാണ്, എങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്, അതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും നമ്മൾ റെക്കോർഡിക്കലായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ അത് അപകടങ്ങളാകാം, ഈ ലാബ് പ്രോട്ടോക്കോളിൽ കെമിക്കലുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളാകാം, വേണ്ടുന്ന സേഫ്റ്റി മെഷേഴ്സ് ആകാം, ഇൻഡിക്കേഷൻസ് ആകാം, തുടങ്ങിയവയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കേണ്ടുന്നതും ലാബ് പ്രോട്ടോക്കോളിൽ അത്യാവശ്യം വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലാബ് പ്രോട്ടോക്കോൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ വരുന്നതാണ് 3 കാര്യങ്ങളാണ്. ഒന്ന് സേഫ്റ്റി ഓഡിറ്റ്, പെർഫോം റെഗുലർ ഓഡിറ്റ്സ് ടു സ്പോട്ട് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എൻഷുർ കംപ്ലൈൻസ്. സ്ഥിരമായിട്ട് സേഫ്റ്റി ഓഡിറ്റുകൾ, അതായത് ലാബുകൾ പരിശോധിച്ച് എവിടെയൊക്കെയാണ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ പുരോഗതി അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇപ്പോൾ വെന്റിലേഷനിൽ തടസ്സമുണ്ടെങ്കിലോ, വെന്റിലേഷൻ ഫാനുകളൊക്കെ ചീത്തയായതെങ്കിൽ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടവയാണെങ്കിൽ അങ്ങനെ, ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റം, അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി വൺ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലാബിൽ പരിശോധിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫീഡ്ബാക്ക് മെക്കാനിസംസ്, കളക്ട് ഫീഡ്ബാക്ക് ഫ്രം സ്റ്റാഫ് ഓൺ സേഫ്റ്റി ആൻഡ് ഇംപ്ലിമെൻറ്റ് ദെയർ സജഷൻസ്. ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ആ ലാബിലെ പ്രശ്നങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ലാബിലെ വർക്കേഴ്സിൽ നിന്നോ സ്റ്റാഫിൽ നിന്നോ റിസർച്ച് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ഥാപനം ഫീഡ്ബാക്ക്, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അവരുടെ സജഷൻസ് കൂടി ഉൾപ്പെടുത്തി ആ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാം. അവസാനത്തേത് അപ്ഡേറ്റിംഗ് പ്രോട്ടോക്കോൾസ് ആണ്. റെഗുലർലി റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് സേഫ്റ്റി പ്രോട്ടോക്കോൾസ് ടു കീപ്പ് അപ്പ് വിത്ത് ന്യൂ ഇൻഫർമേഷൻ, ടെക്നോളജീസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ അപ്ഡേറ്റിംഗ് പ്രോട്ടോക്കോൾസ് എന്ന് പറയുമ്പോൾ പുതുതായിട്ട് വരുന്ന ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇനി ഗവൺമെൻറ് പുതുതായിട്ട് ഓരോ തവണയും ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമ സംവിധാനങ്ങളുണ്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങളുണ്ട്, തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ എടുത്ത് റെഗുലറായിട്ട് ലാബിൽ എന്ത് ചെയ്യുക, പ്രാവർത്തികമാകുന്ന രീതിയിൽ, അതായത്
പുതിയ ഇൻസ്ട്രുമെൻറ്റുകളാണെങ്കിൽ അത് വന്നാൽ അത് ഇൻസ്റ്റോൾ ചെയ്യുന്നത് മുതൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങൾ വരെ ഓപ്പറേറ്റ് ചെയ്ത് റിസർച്ചർ ഉപയോഗിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇലക്ട്രിക്കൽ വയറിംഗ് സിസ്റ്റം മാറ്റേണ്ടതായിട്ട് വരും. റിസർച്ച് ചെയ്യുന്നവർക്കോ സ്റ്റാഫിനോ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പുതിയ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ പിന്തുടരേണ്ടതായിട്ട് വരും. അതാണ് അപ്ഡേറ്റിംഗ് പ്രോട്ടോക്കോൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനകത്ത് വരുന്നത് റൈറ്റ് എ ഷോർട്ട് എസ്സേ ഓൺ കൺട്രോളിങ് ഹസാർഡ്സ് ഇൻ റിസർച്ച് എന്നൊരു ചോദ്യം ചോദിക്കാം. പിന്നീട് ആദ്യം ഒരു 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ് ISO സ്റ്റാൻഡേർഡ്സ് ഫോർ സേഫ്റ്റി എന്നുള്ളത്. ഈ ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തുന്നതാണ്. താങ്ക് യു.